കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് രാമസേതു നിർമ്മാണത്തിൽ അണ്ണാറക്കണ്ണന്റെ പങ്ക് പറയുന്ന കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. രാമസേതു നിർമ്മാണത്തിൽ അണ്ണാറക്കണ്ണന്റെ പങ്ക്. സീതാദേവിയെ രാവണന്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാനായി ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാനൊരുങ്ങിയ സമയമായിരുന്നു അത്. അദ്ദേഹം വാനർസേനയോടൊപ്പം സമുദ്രതീരത്തെത്തി. ലങ്കയിലെത്താൻ കടൽ കടക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. എന്നാൽ ഇത്ര വലിയ സമുദ്രം കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. തങ്ങൾക്ക് കടന്നുപോകാൻ വഴിയൊരുക്കണമെന്ന് ശ്രീരാമൻ സമുദ്രദേവനോട് പ്രാർത്ഥിച്ചു. എന്നാൽ സമുദ്രദേവൻ അത് കേട്ട ഭാവം നടിച്ചില്ല. 3 ദിവസങ്ങൾ കടന്നുപോയി. വഴി നൽകാത്തതിൽ കോപിഷ്ഠനായ ശ്രീരാമൻ ഒടുവിൽ കടൽ വറ്റിച്ചുകളയാൻ തീരുമാനിക്കുകയും തന്റെ ആഗ്നേയാസ്ത്രം സമുദ്രത്തിന് നേരെ തൊടുക്കുകയും ചെയ്തു. ഇതുകണ്ട് ഭയന്ന സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. കാരുണ്യവാനായ ശ്രീരാമൻ സമുദ്രദേവൻ മാപ്പ് നൽകി. ലങ്കയിലെത്താൻ കല്ലുകൾ കൊണ്ട് ഒരു പാലം അഥവാ ചിറ നിർമ്മിക്കാൻ സമുദ്രദേവൻ നിർദ്ദേശിച്ചു. അങ്ങനെ വാനർസേനയും ഹനുമാനും ചേർന്ന് കല്ലുകൾ കൊണ്ട് പാലം പണിയാൻ തീരുമാനിച്ചു. ഓരോ വാനരനും കല്ലുകളിൽ ശ്രീരാമ എന്ന നാമം എഴുതി കടലിലിടാൻ തുടങ്ങി. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഇട്ട കല്ലുകൾ വെള്ളത്തിൽ മുങ്ങാതെ പൊങ്ങിക്കിടന്നു. അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലം പണി പൂർത്തിയായി തുടങ്ങി. വാനരന്മാർ പാലം പണിയുന്നതിനിടയിൽ ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ അഥവാ അണ്ണാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രീരാമൻ സാക്ഷാൽ ഈശ്വരന്റെ അവതാരമാണ്. വാനരന്മാർ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പാലം പണിയുന്നത്. ഇത് ഭഗവാനുള്ള സേവനമാണ്. ഈ ദൗത്യത്തിൽ ഞാനും എന്തെങ്കിലും സംഭാവന നൽകണം എന്ന് ആ അണ്ണാൻ ചിന്തിച്ചു. മനസ്സുകൊണ്ട് ശ്രീരാമനെ നമിച്ചുകൊണ്ട് അത് തന്റെ സേവനം തുടങ്ങി. കടൽത്തീരത്ത് മണൽ കൂട്ടിയിട്ടിരുന്നു. അണ്ണാറക്കണ്ണൻ ആ മണലിൽ പോയി ഉരുളുകയും തന്റെ ചെറിയ കൈകളിലും വാലിലും ശരീരത്തിലും പറ്റിയ മണൽത്തരികൾ കൊണ്ടുവന്ന് പാലത്തിൽ കുടഞ്ഞിടുകയും ചെയ്തു. തന്റെ കഴിവിന്റെ പരമാവധി ഭഗവാനെ സേവിക്കാൻ അത് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതുകണ്ട് വാനരന്മാർ അത്ഭുതപ്പെട്ടു. ഒരു വാനരൻ അണ്ണാറക്കണ്ണന്റെ അടുത്തെത്തി ചോദിച്ചു, "നീ ഇത്ര ചെറുതാണ്, നീ ഈ ഇടുന്ന മണൽത്തരികൾ കൊണ്ട് പാലം പണിയാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ?" അണ്ണാറക്കണ്ണൻ മറുപടി പറഞ്ഞു, "സഹോദരാ, നിങ്ങളെപ്പോലെ വലിയ കല്ലുകൾ ചുമക്കാനോ വലിയ സേവനങ്ങൾ ചെയ്യാനോ എനിക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഭഗവാൻ എനിക്ക് നൽകിയ കഴിവനുസരിച്ചുള്ള ചെറിയ സേവനം എനിക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എന്റെ പ്രവൃത്തി നിസ്സാരമായി തോന്നാം, പക്ഷേ ഞാനും ഭഗവാനെ സേവിക്കുകയാണ്. ദയവായി എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ." ഇത്രയും പറഞ്ഞ് അണ്ണാൻ വീണ്ടും മണൽ കടലിലിടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അണ്ണാറക്കണ്ണൻ ക്ഷീണിച്ചെങ്കിലും അതൊന്നും വകവെക്കാതെ സേവനം തുടർന്നു. "എന്റെ ജീവനുള്ളിടത്തോളം ഞാൻ ശ്രീരാമനെ സേവിക്കും" എന്ന് അത് ഉറപ്പിച്ചു. വീണ്ടും മണലുമായി വരുമ്പോൾ സ്നേഹനിധിയായ ഒരാൾ അതിനെ നോക്കുന്നുണ്ടായിരുന്നു. അത് സാക്ഷാൽ ശ്രീരാമനായിരുന്നു. ശ്രീരാമൻ ആ അണ്ണാറക്കണ്ണനെ തന്റെ കൈകളിലെടുത്തു. അദ്ദേഹം തന്റെ വലതുകൈയിലെ വിരലുകൾ കൊണ്ട് സ്നേഹത്തോടെ അതിന്റെ ചെറിയ മുതുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, "നീ ചെറുതാണെങ്കിലും നീ എന്നെ വളരെ നന്നായി സേവിച്ചു. എനിക്ക് നിന്നോട് വളരെ സന്തോഷം തോന്നുന്നു." ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് അണ്ണാറക്കണ്ണൻ കൃതാർത്ഥനായി. ആ സമയത്ത് ശ്രീരാമന്റെ വിരലുകളുടെ പാടുകൾ അണ്ണാന്റെ മുതുകിൽ പതിഞ്ഞു. കുട്ടികളെ, ഇന്നും അണ്ണാറക്കണ്ണന്റെ മുതുകിൽ നാം കാണുന്ന വരകൾ ശ്രീരാമന്റെ വിരലുകൾ പതിഞ്ഞ പാടുകളാണെന്നാണ് വിശ്വാസം. നിന്നെപ്പോലെ എന്നെ സേവിക്കുന്നവർക്ക് എപ്പോഴും എന്റെ അനുഗ്രഹമുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവില്ല എന്ന് ശ്രീരാമൻ അണ്ണാറക്കണ്ണനോട് പറഞ്ഞു. ഗുണപാഠം. ഇതിൽ നിന്നും നാം എന്താണ് പഠിക്കുന്നത്? ഭഗവാനെ സേവിക്കുമ്പോൾ വലിപ്പച്ചെറുപ്പത്തിന് സ്ഥാനമില്ല. ഭഗവാനെ സേവിക്കാനുള്ള നമ്മുടെ മനസ്സ്, നാം ഭക്തിയോടെയാണ് സേവിക്കുന്നത് എന്നിവയാണ് പ്രധാനം. അണ്ണാറക്കണ്ണൻ ചെറുതും ഏകനുമായിരുന്നിട്ടും ഭഗവാനെ സേവിക്കാനുള്ള ആത്മാർത്ഥതയും ഭക്തിയും കാരണം അതിന് ശ്രീരാമന്റെ അനുഗ്രഹം ലഭിച്ചു. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ല. അതുകൊണ്ട് അണ്ണാറക്കണ്ണനെപ്പോലെ ചെറിയ രീതിയിലായാലും ഭഗവാനെ സേവിച്ചാൽ നമുക്കും തീർച്ചയായും അനുഗ്രഹം ലഭിക്കും. ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സൽപ്രവൃത്തികളിൽ പങ്കുചേരുക എന്നിവയെല്ലാമാണ് ഭഗവാനുള്ള സേവനം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.